അങ്ങനെ കേരള വിഷൻ വോട്ടംഗം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലാണ്. യുവാവായ വസീഫും പരിണിതപ്രജ്ഞനായ ഇ ടി മുഹമ്മദ് ബഷീറും BJP സ്ഥാനാർത്ഥിയായി അബ്ദുൽ സലാമും കൊമ്പുകോർക്കുന്ന മണ്ഡലം. മലപ്പുറത്തിന്റെ മനസ്സെന്ത് എന്ന് നോക്കാം നമുക്ക്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷൻ പ്രചാരണം? അടിപൊളിയായിട്ട് പോകുന്നു. യുവാവായ വസീഫാണോ പരിണിതപ്രജ്ഞനായ ഇ ടി മുഹമ്മദ് ബഷീറാണോ? ആരാണ് ജയിക്കാൻ സാധ്യത? ഇ ടി ബഷീർ വീട്ടിലിരിക്കാൻ സമയമായില്ലേ? ചെറുപ്പക്കാർക്ക് അവസരം വരട്ടെ, ചെറുപ്പക്കാരെ അവസരം വരട്ടെ. വസീഫിന് ചാൻസ് കൊടുക്കണം. ഇത്ര മാറി ചിന്തിക്കണം, ജനങ്ങൾ മാറി ചിന്തിക്കണം. ഈ കാലങ്ങളായിട്ട് ഇപ്പൊ ഈ ബനാത്തുപാല് ഈ അഹമ്മദൊക്കെ എന്തായിരുന്നു സംഗതി? ഇവരെന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കും, ഒരാൾക്ക് ഒരു അവസരം കൊടുക്കണില്ല. ഇവരെ മാറി ചിന്തിക്കണം. വസീഫ് വരണം. എങ്ങനെയുണ്ട് ഇലക്ഷനെ പറ്റിയിട്ട് നമുക്ക് വലിയ പിടിപാടൊന്നുമില്ല. വലിയ പിടിപാടില്ല. അത് പേടിയാ. അത് പേടിച്ചിട്ട് പറയാതെ. പേടിച്ചിട്ടല്ല, പേടിക്കാനിപ്പോ എന്തായിരിക്കും, പേടിയൊന്നുമില്ല. അപ്പം യുവാവായ വസീഫാണോ അതോ പരിണിതപ്രജ്ഞനായ ഇ ടി മുഹമ്മദ് ബഷീറാണോ? ആരാകും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക? ഇ ടി ആണ്. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഒരു യുവാവ് തന്നെ പറഞ്ഞു, ഇനി മാറി ചിന്തിക്കണ്ടേ, മാറണ്ടേ, ജനങ്ങൾ വിചാരിച്ചാൽ മാറില്ലേ എന്നൊക്കെ. അപ്പോൾ ഒരു യുവാവ് വരട്ടെ എന്ന് പറയുന്നു. അതിനെപ്പറ്റി ഇപ്പം എന്താ പറയുക, അവരെ ആശയം അതായിരിക്കാം. അല്ലാതെ എന്താ ഇപ്പം നമ്മളതിനെപ്പറ്റി പറയുന്നത്? ഇവിടെ സാധ്യത ബഷീറിനാണ്. കേരളം മൊത്തം UDF തന്നെയാണ്. ആണ്. എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂടല്ലേ? മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ചൂട് കൂടുതലാണോ? കുറച്ച് ചൂട് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഇലക്ഷന് എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? ചൂടായതുകൊണ്ട് ഇലക്ഷൻ പ്രചരണം കുറവാണോ? പ്രചരണം കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട്. ഈ വസീഫാണോ ഇ ടി മുഹമ്മദ് ബഷീറിനാണോ സാധ്യത, ജയസാധ്യത? മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇ ടി മുഹമ്മദ് ബഷീറിനാണ് സാധ്യത. മലപ്പുറത്തൊരു പ്രശ്നം ഉണ്ടെന്നറിയോ? നേരത്തെ നിന്ന ആള് അപ്പുറത്തേക്ക് പോയി, അവിടുന്നുള്ള ആൾ ഇപ്പുറത്ത് വന്നു. ഇങ്ങനെ ഒരു പേടിച്ചോടുന്ന സാഹചര്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് വിമർശനം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. വേണ്ട, അങ്ങനെയല്ല. ഏത് മണ്ഡലത്തിലാ വോട്ട്? ഈ മണ്ഡലത്തിലാണ്. ഈ മണ്ഡലത്തിലാ വോട്ട്. ആരായിരിക്കും ജയിക്കുന്നത്? ജയിക്കാന് എനിക്ക് താല്പര്യം വസീഫാണ്. ചെറുപ്പക്കാർക്ക് ചാൻസ് കൊടുക്കാതെ ഈ കളവന്മാരെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാല്, ഇന്നലെ ഒരു ഭാഗത്ത് സ്വീകരണത്തിന് വന്നപ്പോൾ അയാളെ എടുത്തിട്ടാണ് ഇറക്കണത്, കുടിച്ചിട്ടൊക്കെയാണ് ഇറക്കണത്. അപ്പോൾ ചെറുപ്പക്കാർക്കാണ് ചാൻസ് കൊടുക്കേണ്ടത്. പിന്നെ വസീഫ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനാണ്. ജയിച്ചോ തോറ്റോ അതല്ല വിഷയം. എന്റെ ഒരു വോട്ട് ഞാൻ വസീഫിനെ കൊടുക്കുള്ളൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പൊക്കെ? തെരഞ്ഞെടുപ്പ് അങ്ങനെ പോകുന്നു. ആരായിരിക്കും ജയിക്കുന്ന ഇത്തവണ? അട്ടിമറി സാധ്യത വല്ലതും ഉണ്ടോ? അട്ടിമറി സാധ്യത BJPക്ക് ഒന്നും കിട്ടൂല. BJPക്ക് കിട്ടൂല. ഇവിടെ മലപ്പുറം മണ്ഡലം അട്ടിമറി സാധ്യതകളൊന്നുമില്ല. ഇവിടെ ഒരു 14 സീറ്റ് കോൺഗ്രസിന് കിട്ടും, 6 സീറ്റ് LDFന് പോകും. അങ്ങനെയാണ് അതിന്റെ. കഴിഞ്ഞ പ്രാവശ്യം 19 മലപ്പുറം UDFന് തന്നെ. അല്ല, അത് ഉറപ്പല്ലേ? ആണല്ലേ? അതിലൊരു സംശയമല്ല. അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. പലപ്പോഴും അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് പലരും പറയുന്നു. അതൊക്കെ വെറുതെ പറയണം. എങ്ങനെയുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം? വലിയൊരു ചൂടൊന്നും കാണുന്നില്ല. ഇവിടെ വസീഫും ഇ ടി മുഹമ്മദ് ബഷീറുമാണ് മങ്കട മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ ഭൂരിപക്ഷം എത്രയാണെന്ന് അറിയേണ്ട ഒരു സംഗതിയുള്ളൂ. ആരുടെ? ഇ ടിയുടെ മണ്ഡലം മാറിയ ആളാണല്ലോ. അതെ, അത് കുഴപ്പമൊന്നുമില്ല. ഇ ടിനെ ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇ ടി മുഹമ്മദ് ബഷീർ. ആണല്ലേ? അതെ. അത് വോട്ടാണോ രാഷ്ട്രീയ വോട്ടാണോ? വ്യക്തി വോട്ടായിരിക്കും കാര്യമായിട്ട് കിട്ടുക. രാഷ്ട്രീയ വോട്ട് ആണെങ്കിൽ കമ്മിയായിരിക്കും. എങ്ങനെയുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ്? നല്ല മത്സരം. ഇത്തവണ വല്ല മാറ്റം ഉണ്ടാവോ? മാറ്റം ഉണ്ടാവുന്നാണ് പ്രതീക്ഷ. ആണോ? ഇ ടി തോക്കും വസീഫ് ജയിക്കുമെന്നാ പറഞ്ഞു വരുന്നത്. ആണോ? ജയിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ലീഗിന്റെ ഉറച്ച കോട്ടയാണ് 7 നിയമസഭാ മണ്ഡലം UDFനൊപ്പോ. അതെ, പക്ഷെ എന്താ വെച്ചാൽ യുവതലമുറ കുട്ടികൾ, കോളേജ് ലെവലിലെ കുട്ടികളും വരെ വോട്ട് പുതിയ തലമുറ കിട്ടും. അപ്പൊ ഇവര് പ്രതീക്ഷിച്ച് മാറി അടിയൊഴുക്കോടുകൂടി അട്ടിമറി. എന്താണെങ്കിലും വസീഫ് വോട്ട് പിടിക്കും. എങ്ങനെയുണ്ട് വിശേഷങ്ങള്? തെരഞ്ഞെടുപ്പ് വിശേഷം? തെരഞ്ഞെടുപ്പ് അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഇത്തവണ വല്ല മാറ്റം ഉണ്ടാവോ? മാറ്റം പ്രതീക്ഷിക്കണ്ട. ആരായിരിക്കും ഇവിടെ? ഇ ടി തന്നെ വരുള്ളൂ. എവിടാ വോട്ടൊക്കെ? എവിടാ? ഇവിടെ തന്നെ. രണ്ടുപേർക്കും മലപ്പുറം മണ്ഡലത്തിൽ തന്നെ, ലോക്സഭാ മണ്ഡലം അല്ലേ? ശരി. അപ്പൊ ഇവിടെ ആർക്കാ സാധ്യത?
പറയാൻ പറ്റില്ല. പറ്റില്ല. ടൈറ്റ് മത്സരം. ടൈറ്റ് മത്സരമായിരിക്കില്ലേ? ഞങ്ങളിങ്ങനെ ഈ ഇലക്ഷൻ എങ്ങനെയുണ്ട്, ഇവിടുത്തെ പ്രചരണമൊക്കെ എങ്ങനെയുണ്ട്, ഇവിടെ ആർക്കാണ് ജയസാധ്യത, ഇതൊക്കെ ഒന്ന് ചോദിച്ചു പോവാന്ന് വിചാരിച്ച് വന്നതാ. ഇവിടെ ഇപ്പൊ സ്ഥിരമായിട്ട് ജയിക്കുന്ന ടീം നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതെ. അതിനെ മുൻതൂക്കം കൊടുക്കണുള്ളൂ ഇത്തവണ. അതിൽ യാതൊരു മാറ്റമല്ല. പുതിയ വോട്ടർമാരുണ്ട്, പുതിയ വോട്ടർമാർക്ക് അതിന് ഇതിൽ കുറെ മരിച്ചുപോയാലോ കൂട്ടേണ്ടി വരും. വളരെ പ്രമുഖനായ ഒരാളാണ് BJPയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി അബ്ദുൽ സലാം. അത് മാറി മാറി വരുന്ന ഒരു പാർട്ടിക്കാരാണ്. അതിൽ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇല്ല. ലോകസഭയ്ക്ക് വെറുതെ നമ്മള് പറഞ്ഞേക്കണല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിലും ലോകസഭയ്ക്ക് അതിന് പറ്റിയ ആള് വേണം. വസീഫും അധ്യാപകനാ, അത് പോരാ. അങ്ങനെ നമ്മൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ഗ്രാമീണ സ്വഭാവമുള്ള ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ യുവാക്കളൊക്കെ ഉണ്ട്. നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇവരുടെ മനോഗതി എന്നറിയാം. നിങ്ങൾ മലപ്പുറം ലോക്സഭാ മണ്ഡലമല്ലേ? ഇത്തവണ എങ്ങനെ സാധ്യത കാണുന്നത്? ഞങ്ങൾ LDF തന്നെ ജയിക്കുന്നു. LDF തന്നെ ജയിക്കുന്ന അല്ലേ? വസീഫിനൊപ്പമാണ് നിങ്ങൾ? വിഷ്ണുവും റാഫിയും വസീഫിനൊപ്പം? അതെ. നിങ്ങൾ ഈ യുവാക്കളൊക്കെ കൂടുതൽ ഇപ്പം മാറി ചിന്തിച്ചു തുടങ്ങിയല്ലേ നേരത്തെ നിന്ന് വ്യത്യസ്തമായി അല്ലേ? നിങ്ങളോട് അധികം മാർക്കറ്റിനോട് നിൽക്കുന്നു. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? ഈ ഇവിടെ നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞ് ഇവിടെ വസീഫിനൊപ്പമാണ്, വസീഫ് ജയിക്കുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അങ്ങനെ വസീഫ് എന്തുകൊണ്ട് വസീഫ് ജയിക്കണം? മാറ്റം വരണം അല്ലേ? അല്ല, നമുക്കിങ്ങനെ വസീഫല്ല, ആരാണ് എന്താണെന്നൊന്നും അറിയാൻ വേണ്ടിയാ. നിങ്ങളെല്ലാം വസീഫിൻ്റെ കൂടാ? പക്ഷേ ഈ വസീഫ് ജയിക്കുന്ന സാധ്യത കാണുന്നുണ്ടോ? ഒരു മാറ്റം വേണം അല്ല? ഇലക്ഷൻ ചൂട് എങ്ങനെ ഉണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആരാ ജയിക്കാൻ സാധ്യത? രഹസ്യമായിട്ട് പറ. പറ്റൂല. അല്ല, സാധ്യത പറയാമല്ലോ. അങ്ങനെ നമുക്കൊരു കുട്ടി വോട്ടറെ കിട്ടിയിട്ടുണ്ട്. വോട്ടില്ലേലും ഒരു കുട്ടി വോട്ടർ, നാളത്തെ ഇന്ത്യ അല്ലേ? മോന്റെ പേരെന്താ? മുസ്തഫ. ഓ, മുസ്തഫ ഭയങ്കര പേരാണല്ലോ. മുസ്തഫ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ പഠിക്കുകയാണോ? എവിടെ പഠിക്കുന്നു? എത്രല്ല? 7ലാണ് വെച്ച് പഠിക്കുന്ന? മെടുക്കൻ. ആര് ജയിക്കുന്ന പറയുന്ന കേൾക്കുന്ന? വസീഫ് ജയിക്കുന്ന? ഓ, വസീഫിന്റെ ആളാ വെച്ച്. മലപ്പുറം ജില്ലയിലെ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ വളപ്പിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് മതേതരത്വത്തിൻ്റെ മുഹൂർത്തമാണ്. അതായത് ഇവിടുത്തെ ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ചേർന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു മതമൈത്രിയുടെ മലപ്പുറം ജില്ലയിലെ ഉദാഹരണം കൂടിയാണ് ഇവിടം. ഇവിടുത്തെ ജനങ്ങൾ എന്ത് പറയുന്നത് നമുക്ക് നോക്കാം. വോട്ടംഗം എന്ന് ഇവിടെയാണ്. പേരെന്താ? എൻ്റെ പേര് ചന്ദ്രൻപിള്ള. ചന്ദ്രൻപിള്ള. ഓക്കെ. ഇവിടെ ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇവിടെ ഈ ഭയങ്കര മതമൈത്രിയുടെ ക്ഷേത്രം കൂടിയായിട്ട്. മതമൈത്രി മാത്രമല്ല, എന്താ പറയുക, ചാവേർ പടയൊക്കെ പണ്ട് അധികം ആൾക്കാർ ചാവേർ ആൾക്കാരൊക്കെ ആയിട്ട് കുറെ ബന്ധമുണ്ട്, ചരിത്ര ബന്ധമുള്ള തിരുമാന്താംകുന്ന്, അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രം എന്ന് പറയാം. ദേവീക്ഷേത്രമാണ്. പിന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? മലബാർ സംബന്ധിച്ച് മലബാർ ഇതുണ്ട്. ഇവിടെ ലീഗ് കോൺഗ്രസുമായിട്ട് ഒരു ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ ലീഗിനാണ് എല്ലാ സ്ഥാനം. ലീഗ് വെച്ചാൽ കോൺഗ്രസിനാണ് എല്ലാ സ്ഥാനങ്ങളും. UDF. അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു ഇതുണ്ട്. ചേട്ടൻ പറയുന്നത് UDF കഴിഞ്ഞാൽ LDF. അത് അങ്ങനെ തന്നെ. BJPക്ക് എന്താ തൊട്ടടുത്തിട്ട് ഇത് പഞ്ചായത്ത് കിട്ടി ഇവിടെ. ഇവിടെ കിട്ടി. കഴിഞ്ഞ വർഷം കിട്ടി. BJP അത്ര മോശമൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. തെരഞ്ഞെടുപ്പുണ്ടോ? ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളില്ല. ഇവിടെ പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഇത് അങ്ങനത്തെ ആ ട്രെൻഡ് ഇവിടെ ഇല്ല. ഇവിടെ മുഹമ്മദ് അത് വേറെ ഒരാൾക്ക് കൊള്ളുന്നു. അതൊക്കെ വേറെ. ഇത് മലപ്പുറം ജില്ലയിൽ വള്ളുവനാട് രാജാണ്. മാറ്റം ഉണ്ടാവണമെന്നും ആഗ്രഹമില്ല. ആര് പറഞ്ഞെന്താ?
മാറി വന്നാ എന്താ ആര് വന്നാ കുഴപ്പം ഒരു കുഴപ്പമില്ല. എന്താ ഒരു കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസ് കോൺഗ്രസ് വരണം. അതെന്റെ ആവശ്യമാണ്. അങ്ങോട്ടൊന്നും മാറുന്ന ആളല്ല, കുറച്ച കോൺഗ്രസ് അല്ല, മരണം വരെ ഞങ്ങൾ ആൾക്കാരും മാറി, ഞാൻ മാറില്ല. അങ്ങനെ ആൾക്കാർ കുറെ മാറിയാ മാറുന്നത് മാറിക്കോട്ടെ. എന്നെ കാവത്തിൽ കത്തി വെച്ചാൽ ഞാൻ മാറുന്ന ആളല്ല. അതെന്താ മാറൂല, എനിക്കതിന്റെ ആവശ്യമില്ല. ഇവിടെ ഏറ്റവും ജയിക്കും. കണ്ണൂർ സുധാകരൻ ജയിക്കും. 20 ജയിക്കുവാ. 20 പോയിന്റ് കിട്ടും. ഈ പോകുന്നത് ചിലപ്പോ പാലക്കാട് പോയി ഇന്ന് വരും. ഞങ്ങൾക്ക് പോയിന്റ് ആലത്തൂർ ഇവിടെ ജയിക്കും. ഇവിടെ ആര് ജയിക്കും? ഇവിടെ UDF-നാണ് സാധ്യത. UDF ജയിക്കും. നമ്മളോട്ട് UDF-ന് മറിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. പിന്നെ UDF ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അത് കാരണം അവരെ മണ്ഡലമാണ്, അവരെ സിറ്റി സീറ്റ് കാര്യം. മലബാർ മേഖല എന്ന് പറഞ്ഞാൽ UDF-ന്റെ BJP-യുടെ വോട്ട് ഈ പ്രാവശ്യം മലപ്പുറം മണ്ഡലത്തിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. മലപ്പുറത്തിനെ സംബന്ധിച്ച് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ അതേമാതിരി UDF-ന്റെ അവരുടെ ഒരു ഇതാണ് കൂട്ടുകെട്ട്. പിന്നെ അതുമാത്രമല്ല ഈ LDF തന്നെ നമുക്ക് അറിയാലോ, ദേശീയ തലത്തിൽ തന്നെ അവരൊരു അലൈൻമെന്റ് നമുക്കറിയാം. അപ്പോൾ പിന്നെ അവരിപ്പോൾ എങ്ങനെ പോയാലും LDF-ന്റെ തന്നെ ഒരു വിഭാഗം ആൾക്കാർ UDF-ന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായാലും മലപ്പുറം എന്നല്ല, മലപ്പുറം മണ്ഡലത്തിലെ പൊന്നാനി ആയാലും മലപ്പുറത്തായാലും അത് തീർച്ചയായിട്ടും UDF-ന്റെ LDF-ന്റെ വോട്ടുകൾ UDF-നെ കിട്ടും. തിരുനാവായിലെ മാമാങ്കത്തിന് ചാവേറുകളെ ഇവിടുന്ന് ആൾക്കാർ പോയിരുന്നു. തിരുമാതാംകുന്നമ്മേന്റെ അടുത്ത ആൾക്കാർ പോയിരുന്നു. ഇവിടുത്തെ നായർ സമുദായത്തിന്റെ ആൾക്കാരാണ് പോയത്. ഇവിടുന്നാണ് അവർ തയ്യാറെടുക്കുന്നത്. അന്ന് ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഈ ക്ഷേത്രം തിരുമാതാംകുന്നമ്മ ക്ഷേത്രത്തിന് മുമ്പിലാണ് അവർ പോയിരുന്നത്. എന്നിട്ട് അത് അവിടുന്ന് പോയി. അങ്ങനെ അവരെ പോയ ഒരുക്കങ്ങൾ നടത്തിയ സ്ഥലമാണ് ചാവേത്തറ. ഇവിടുന്ന് പോയവരൊക്കെ മരിച്ചു. അതാ ചാവേറ്. പിന്നെ ആരും തിരിച്ചു വന്നിട്ടില്ല. ഇന്നലെ തിരിച്ചു വന്നിട്ടില്ല. ആ ചരിത്രം ഉറങ്ങുന്ന ഭൂമിയാണ് ഇത്. ഇവിടെ എന്തോ പുനരുദ്ധാരണ പ്രവർത്തനം എന്തോ തീ പിടിക്കുക എന്തോ മറ്റോ ചെയ്തില്ലേ? ഇല്ല. പുനരുദ്ധാരണം നടത്തിയത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും മതേതരത്വമായിട്ട് ചേർന്നാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സത്യമാണ്? അതൊന്നും ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഒരു അറിവിൽ, എന്റെ അറിവിലില്ല. എനിക്കിപ്പോ 40 വയസ്സായി. എന്റെ അറിവിൽ ഇവിടെ തീപിടുത്തോ മതേതരത്വമായിട്ട് ഒരു പുനരുദ്ധാരണം നടത്തിയെന്ന് എനിക്ക് തീരുമാനം അറിയില്ല. മതേതരത്വ ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അന്ന് മുതലേ എല്ലാ സമുദായം ഇവിടെ ഈ ഇപ്പൊ വള്ളുവനാട്ടിന്റെ ഇപ്പൊ മാമാങ്കണ്ടല്ലോ, അത് വള്ളുവനാടിന്റെ ഉത്സവമായിരുന്നു. വള്ളുവനാജക്കന്മാരുടെ ഉത്സവമായിരുന്നു. ഈ ഉത്സവം ഈ സാമൂതിരി പിടിച്ചെടുത്തു. യുദ്ധത്തിൽ വള്ളുവനാട് ആൾക്കാരെ തോൽപ്പിച്ച് പിടിച്ചെടുത്തു. ഈ പിടിച്ചതിന് ശേഷം ഈ വള്ളുവനാട്ടുകാർ ഉത്സവം വേണം എന്നുള്ള രീതിക്കാണ് തിരുമാതാംകുന്ന് ക്ഷേത്രത്തിന്റെ ഉത്സവം നടന്നിരുന്നത്. അപ്പം ഈ മതേതരത്വത്തിന്റെ ഒരു കേന്ദ്രമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് തെറ്റല്ല? ഒരു തെറ്റുമില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഇത് അങ്ങനത്തെ രീതിക്ക് തന്നെ വള്ളുവനാട് രാജാവിന്റെ ഈ വള്ളുവനാട് ഉത്സവമായിരുന്നു ഇത് മാമാങ്കം. ഈ ഉത്സവം സാമൂതിരി പിടിച്ചതിന് ശേഷം പിന്നെ തിരുമാതാംകുന്ന് ഉത്സവം തുടങ്ങിയതാണ് വള്ളുവനാട്ടുകാർക്ക് വേണ്ടിയിട്ട്. അത് ഈ വള്ളുവനാട്ടിൽ ആരൊക്കെ ഉണ്ടോ എല്ലാ സമുദായക്കാർക്കും തുല്യമായ പ്രാധാന്യം. അതാണ് എന്റെ പ്രത്യേകത. കാരണം ഈ അപ്പോഴും നിരവധി മതേതരത്വം മാത്രമല്ല, ചരിത്രപരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ അടങ്ങുന്ന ഒരുപാട്. ചാവേർത്തറ ഇതാണ് തറ. ഈ തറ ഇപ്പോ ഇങ്ങനെ എന്നില്ല തറ. ഒരു പഴമയുടെ തറയായിരുന്നു. ഈ തറ ഇപ്പൊ സർക്കാർ ഏറ്റെടുത്തിട്ട് ഇത് എന്താ പറയാ ടൂറിസ്റ്റ് കേന്ദ്രം ആക്കിയപ്പോ ഇത് ഇങ്ങനെ നശിപ്പിച്ചു തന്നെ ഞാൻ പറയും. ചാവേറുകളുടെ നാട്ടിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ ഫൈറ്റ് എങ്ങനെ ആയിരിക്കും?
ഇതിന്റെ ചൂട്? രാഷ്ട്രീയ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല. കാരണം ഇതൊക്കെ ഓർമ്മകൾ മാത്രം, ആർക്കും അറിയില്ല. അവിടെ സംസാരിച്ചപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതിനെ പറ്റിയിട്ട് വിമർത്തുന്ന ജീവിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അവർക്ക് പോലും ഇതിനെ പറ്റി അറിയില്ല. ഇവിടെ സാധ്യത പലപ്പോഴും തുടർന്ന് വരും. പക്ഷെ എന്നാലും വോട്ടുകളുടെ ഷെയറൊക്കെ ബിജെപിക്ക് ഒരുപാട് മാറ്റം വരും. LDF കൂട്ടും. ബിജെപിക്ക് ഒരുപാട് മാറ്റം വരും. LDF ഒന്നും കൂടുന്നില്ല, ബിജെപിക്ക് ഒരുപാട് മാറ്റം വരുന്നതാണ് എൻ്റെ ഒരു. കൂടുമെന്നാണോ കുറയുന്നതാണോ? കൂടും. അബ്ദുൽ സലാമിനെയാണ് നിർത്തിയിരിക്കുന്നത്. അതെ, പക്ഷേ BJP-യിലെ ചിലർക്ക് അതിനോട് എതിർപ്പുണ്ടെന്നൊക്കെ കേൾക്കുന്നത് സത്യമാണോ? BJP-യിൽ എതിർപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് അറിയില്ല. അങ്ങനെ നിതിൻ പ്രഭാകർ, നമ്മൾ മലപ്പുറം ലോക്സഭാ മണ്ഡലം പൂർത്തിയാക്കി. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെയും വിവിധ പ്രദേശങ്ങളിലൂടെയും ഒക്കെ നമ്മൾ സഞ്ചരിച്ചു. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ പല വിധത്തിലും പല അട്ടിമറികളും പല ഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. നിയമസഭാ മണ്ഡലം എന്ന നിലയിൽ TK ഹംസ, പിന്നീട് മങ്കടയിൽ ഒക്കെ വിവിധ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും മലപ്പുറം ഇപ്പോഴും 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDF-നൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്, ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. ഈ വസീഫും ET മുഹമ്മദ് ബഷീറും അബ്ദുൽ സലാമും ഏറ്റുമുട്ടുന്ന ഈ സ്ഥലത്ത് എങ്ങനെയാണ് നമ്മൾ ഈ പര്യടനത്തെ നമുക്ക് ബോധ്യമായത്? പരമ്പരാഗതമായി മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF-ൻ്റെ ഒരു ഉരുക്കുകോട്ട, മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ് മലപ്പുറം. പക്ഷേ അട്ടിമറികൾ നടന്ന ചരിത്രം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മലപ്പുറത്തിനുണ്ട്. പക്ഷേ ലോക്സഭയിൽ അവിടെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് TK ഹംസ ഇവിടെ നിന്നും ജയിച്ച ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വോട്ടർമാർക്കിടയിൽ ചെന്നപ്പോൾ കണ്ടൊരു കാര്യം, പുതുതലമുറയിലെ വോട്ടർമാർ ഇടതുപക്ഷത്തിന് അനുകൂലമായി പലയിടത്തും സംസാരിക്കുന്നത് കാണാൻ സാധിച്ചു. പരമ്പരാഗതമായി ലീഗ് കോട്ടക്കകത്താണ് ഇത്തരത്തിൽ ഇടതനുകൂല സംസാരങ്ങൾ പ്രത്യേകിച്ച് യുവതലമുറയിൽ നിന്നും ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ യുവാവായ വസീഫിനെയാണ് ഇടതുമുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഇറക്കിയിരിക്കുന്നത്. ഒരു പരിധിവരെ അത് ഇടതുമുന്നണിക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോഴും എഡ്ജുള്ളത് UDF-ന് തന്നെയാണ്. കാരണം ലീഗിൻ്റെ ശക്തമായ സംഘടനാ സംവിധാനം, പിന്നെ മുതിർന്ന നേതാവ് ET മുഹമ്മദ് ബഷീർ ജനവിധി വരുന്നു. ഒരു നെഗറ്റീവ് ഉള്ളത്, ET മണ്ഡലം മാറിയിട്ടാണ് ഇത്തവണ മത്സരിക്കുന്നത്. നെഗറ്റീവ് കാരണം പഴയ മണ്ഡലം സേഫ് അല്ല എന്ന് കരുതി മുസ്ലിം ലീഗ് ഇവിടേക്ക് മാറ്റി. എന്നാലും അട്ടിമറികൾ കാണാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെ ചലനങ്ങളുണ്ടല്ലേ? തീർച്ചയായും. അതായത് മത്സരത്തെ ഊർജ്ജമാക്കുന്ന ചലനങ്ങളുണ്ട്. മത്സരം വളരെ ഗംഭീരമായി ഊർജ്ജമാക്കുന്ന ചലനം പലയിടത്തും നമുക്ക് കാണാൻ സാധിച്ചു. അത് അട്ടിമറിയിലേക്ക് കടക്കുമോ എന്ന് അതാണ് നമുക്ക് കാത്തിരിക്കേണ്ടത്. അപ്പോൾ എന്തായാലും പിന്നീട് ഈ അബ്ദുൽ സലാമിൻ്റെ സാന്നിധ്യം മലപ്പുറത്തെ സംബന്ധിച്ച് വലിയൊരു നിർണായകമാകുന്ന, അല്ലെങ്കിൽ പോലും ഈ അബ്ദുൽ സലാമിനെ പോലൊരാൾ ഇവിടെ മത്സരിക്കുന്നു NDA ആയിട്ട്, BJP സ്ഥാനാർത്ഥിയായിട്ട്, അതെങ്ങനെ കാണാം? പക്ഷെ അത് ഒരു ട്രെൻഡും എവിടെയും നമുക്ക് അലയടിച്ച് കണ്ടില്ല. പലയിടത്തും പ്രചരണ ബോർഡുകൾ പോലും അബ്ദുൽ സലാമിൻ്റെതായിട്ടില്ല. ചില വോട്ടർമാർ നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട്, പല പാർട്ടികൾ മാറി വന്ന ആളാണ് അബ്ദുൽ സലാം. അബ്ദുൽ സലാമിൻ്റെ മുൻകാല രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മുസ്ലിം വോട്ടുകൾക്കിടയിൽ യാതൊരു ചലനം സൃഷ്ടിക്കാൻ അബ്ദുൽ സലാമിന് കഴിയില്ല. മത്സരം ഇടതുമുന്നണിയും UDF-ഉം തമ്മിൽ തന്നെയാണ്. അതിലൊരു നേരിയ എഡ്ജ് ഇപ്പോഴും UDF-നുണ്ട്. പക്ഷേ പുതുതലമുറ വോട്ടർമാർ വസീഫിനെ നെഞ്ചേറ്റുന്ന കാഴ്ച നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. അത് കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് മലപ്പുറം ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത മണ്ഡലങ്ങളിലേക്ക് പോകാം അല്ലേ? തീർച്ചയായും മലപ്പുറത്തിൻ്റെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്ക് പോകുന്നത്. എന്തായാലും അടുത്ത മണ്ഡലത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ജനങ്ങൾ എന്താണ് മനസ്സിൽ കാത്തു സൂക്ഷിച്ചത്, എല്ലാം നമുക്ക് പരിശോധിക്കാം.